പഴുത്ത ഏത്തപ്പഴം രണ്ടായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങിയോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ട് തൊലി ഉരിച്ച് ഉടച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാനിനകത്ത് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിങ്ങ ഇട്ടൊന്ന് വഴറ്റിയിട്ട് തേങ്ങ നാളികേരം തിരിങ്ങിയിട്ടിട്ട് ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വരട്ടി വരുന്ന സമയത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ലേശം ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഈ ഒരു ഏത്തപ്പഴം മിക്സിൽ ഒരല്പം ബ്രെഡ് ക്രംസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റോളായിട്ട് പിടിക്കുക. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഈ ഒരു കട്ട്ലറ്റിന്റെ ബൗൾസ് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ പരത്തി എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്താൽ വളരെ രുചികരമായ നേന്ത്രപ്പഴം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി